ചേട്ടാ എന്റെ അടുക്കള ക്ലീൻ ആന്നു. ക്ലീൻ. ഇനി ചേട്ടൻ എന്നെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാ വേണ്ടിയെന്ന് പറഞ്ഞേ. അതായത് മട്ടന്റെ ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല. അങ്ങനെ പറയല്ലേ, ഞങ്ങൾ പുതിയ റെസിപ്പി പഠിക്കുക. ഐ വിൽ ട്രൈ. വേണ്ടത് കുറച്ച് മട്ടൺ വേണം. ചേട്ടാ ഓരോന്നായിട്ട് പറയണേ. മട്ടൺ ഫസ്റ്റ് ഞാൻ എടുത്തോണ്ട് വരട്ടെ. ഓക്കെ, ഇത്രയും മതിയോ? ധാരാളം. ഓക്കെ, ഇനി നെക്സ്റ്റ് പൊട്ടറ്റോ കട്ട് ചെയ്ത്, ചെയ്യാം. പിന്നീട് ക്യാരറ്റ് അതും കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് സ്റ്റൂവിനൊക്കെ ചെയ്യുന്ന കൂട്ട്. ഏകദേശം സ്റ്റൂ പോലെ തന്നെയാണ്, എന്നാലും കേട്ടോ ഒട്ടനെ കണ്ടുപിടിച്ചു. നമ്മൾ സംഗീതം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതുപോലെയാണ് ചമയൽ കണ്ടുപിടിക്കുന്നത്. പിന്നീട് വേണ്ടത് ഞാൻ പറഞ്ഞില്ല, ക്യാരറ്റ്, പച്ചമുളക്, പച്ചമുളക്, കാന്താരി മുളക് വേണം. നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. തോട്ടത്തിൽ പോയി ഒന്ന് നോക്കൂ. തോട്ടത്തിലില്ല, ഇവിടെ തോട്ടമില്ല. പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യോ? പച്ചമുളക് പറ്റില്ല, കാന്താരി മുളക് തന്നെ വേണം. ചേട്ടാ ഇപ്രാവശ്യം നോക്കാം ഞാൻ, കാരണം അതിന്റെ എക്സാക്ട് ടേസ്റ്റ് വേണമെങ്കിൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാം. പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് സവാള, അത് കട്ട് ചെയ്ത് വേണം. പിന്നെ ഉപ്പ്, തേങ്ങാപ്പാൽ അത് ലാസ്റ്റ് മതി. തേങ്ങാപ്പാൽ വേണോ തേങ്ങാപ്പാൽ പൊടി മതി? പാൽപ്പൊടി മതി. അപ്പൊ ആ ടേസ്റ്റ് അത്രയ്ക്കൊക്കെ കാണും. മതി ഇപ്പൊ ചേട്ടൻ ഉള്ളത് വെച്ച് ഓണം പോലെ. ഓക്കെ, അപ്പൊ ബാക്കി ഞാൻ എടുത്തോണ്ട് വരട്ടെ. എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ എന്നാ വേണ്ടേ? ഇനിയിപ്പോ എനിക്ക് വേണ്ടത് ബീൻസ് ഇല്ലേ? ബീൻസ് ഉണ്ടോ? മതി, എത്ര മതിയോ? മതി കേട്ടോ, മതി. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി എന്താ വേണ്ടേ? തേങ്ങാപ്പാൽപ്പൊടി അല്ലേ? ഉപ്പ് എടുത്ത് വെച്ചല്ലേ? അതുകൊണ്ട് കലക്കി തരാവേ. ഇപ്പൊ ഒന്നും കലക്കാറൊന്നും ഒന്നും വേണ്ട. ഓക്കെ, ഇനിയിപ്പോ ഞാൻ തുടങ്ങട്ടെ. പിന്നെ ഒന്നുമില്ല, ഇനി ഇത്ര മതിയോ? മസാലാസ് ഒന്നും വേണ്ടേ? ഒരു മസാലയും വേണ്ട, ഒറ്റ മസാലയും വേണ്ട. വേണമെങ്കിൽ ലാസ്റ്റില് നമ്മുടെ ഈ കളർ വരാനുള്ള ഒരു മുളക് പൊടി ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി, ഇതിപ്പോ പ്ലെയിൻ വൈറ്റ് ആണ്. ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഞങ്ങൾക്ക് ഫ്യൂഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പറഞ്ഞ പരീക്ഷണങ്ങൾ. കുറച്ച് റെഡിഷ് ആവാൻ വേണ്ടിട്ട് കാശ്മീരി ചില്ലി വേറെ കളറായി മാറും കേട്ടോ. എന്നാലും കുഴപ്പമില്ല. വീട്ടിലും പരീക്ഷണം വേണം നാളെ മുതൽ. ചേച്ചി കിട്ടിയ അവസരം പാഴാക്കിയില്ല. എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ല. ഇനി എന്നാ വേണ്ടേ? അടുപ്പ് കത്തിച്ചാ മതി. അടുപ്പ് കത്തിച്ച് എനിക്കൊരു ഇതാണ്, പ്രഷർ കുക്കർ വേണം. ഇവിടെ ഉണ്ടല്ലോ പ്രഷർ കുക്കർ, ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. പിന്നെ ഇടിക്കാനൊരു ഇത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇടിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും ചെയ്യല. പക്ഷെ എനിക്ക് എന്നാ ഇഷ്ടം എന്നറിയോ ചേട്ടൻ, ആ ഫ്രീഡം എടുത്തില്ലേ എന്റെ അടുക്കളയിൽ ഒന്ന് കുക്ക് ചെയ്യാൻ. ദാറ്റ് ഈസ് എന്റെ പ്രേക്ഷകർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാ. ഇനി എന്നാ വേണ്ട? ഇടിയല്ലേ? അത് കല്ലല്ല. ഇത് അത് മതിയോ? ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. താങ്ക് യു. ഇനി എന്നാ വേണ്ടേ? ഇത്രയും മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. ഓക്കെ, വേറൊന്നും വേണ്ട. ഞാൻ ഐ എം ഗോയിങ് ടു ട്രൈ ഇത്. എണ്ണയോ? ഒന്നുമില്ല. എണ്ണ, മസാല, എന്താ കറുകപ്പട്ട, ഗ്രാമ്പു, അങ്ങനത്തെ ഒരു സാധനമില്ല. അറ്റ്ലീസ്റ്റ് കറിവേപ്പില വേണമെങ്കിൽ അങ്ങനെ പുച്ചക്കല്ലേ കറിവേപ്പില? ഏറ്റവും ഇഷ്ടമുള്ള 2 തണ്ടേലും ഇച്ചിരി ഒന്നും ഇടട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫ്ലേവർ അല്ലേ. അങ്ങനെയാണെങ്കിൽ മറ്റേ ഒരുപാട് സാധനങ്ങൾ ഫ്ലേവറിന് അങ്ങനെ വേണ്ട. കറിവേപ്പിലോട് മാത്രമേ സ്നേഹമുള്ളൂ എനിക്ക്, വേറെ ഒന്നും ഇല്ല എന്റെ. മല്ലിയില, മല്ലിയിലയും വേണമെങ്കിൽ ഇടാം. അതിന് സ്നേഹം കുറവാ. ഇച്ചിരി സ്നേഹം കുറച്ച് വേണമെങ്കിൽ തരാം. ഇത്രേ ഉള്ളൂ, ഇച്ചിരി തരാം. ഷാജിയെടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നിറച്ച് വാങ്ങിച്ചു വെക്കാൻ പറയണം. ഫ്രിഡ്ജില് മേടിച്ചു തന്ന ചെറിയ ഫ്രിഡ്ജാ, അന്നേരം അതിനകത്തൊന്നും കൊള്ളുകയല്ല. ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരിയേ ഉള്ളെന്ന്, നേരല്ലേ പറയുന്നുള്ളൂ. തുടങ്ങിയാലോ? ഫസ്റ്റ് കുക്കർ. ദൈവമേ, കുക്കർ എടുത്ത് വെച്ചു. വളരെ എളുപ്പം. ആർക്ക് വേണേ എപ്പോ വേണേ ചെയ്യാം. ഇതെന്നാ ചേച്ചി കണ്ടുപിടിച്ചോളൂ. കത്തിക്കണ്ടേ? എന്ത് ചുമ്മാ കത്തിച്ചു കഴിഞ്ഞാല് ഇതിൽ കത്തിക്കണ്ടേ? എന്തിന്? അതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടുപിടിക്കും. പാചകം ഇതാ ഇടുന്നു. എത്ര അതിനനുസരിച്ച് നോക്കണം. ഇവിടെ എല്ലാം കമ്മിയാ ഉള്ളത്. പിന്നെ എല്ലാം അങ്ങനെയാണ്. ഞാൻ ഈ സ്പൂൺ കൊണ്ടൊന്നുമല്ല, എന്റെ കൈയുടെ ഒരളവിനാണ് ഞാൻ പോകുന്നത്. അതിലല്ലാതെ ഉണ്ട് ചേട്ടാ, അത് കിട്ടൂ. വേണ്ട, ഞങ്ങളൊക്കെ ഇച്ചിരി ഇറച്ചി കഴിച്ചോട്ടെ. ഇല്ല, കാരണം അത് മതി, ഇത്രയും മതി. ഞാനല്ലേ ഞാനല്ലേ ഉണ്ടാക്കുന്നത്. എനിക്ക് മേല
അപ്പം മട്ടൻ ഞാൻ ഇട്ടു, ഒരളവിനിട്ടു. ഇനിയിപ്പോ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇടുന്നു. കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകുക കേട്ടോ, ഐശ്വര്യമുള്ള കൈ. ഇതിനകത്ത് എത്ര വേണം? പൊട്ടറ്റോ വേണമെങ്കിൽ വേണ്ട, അത് പറഞ്ഞു. ഇറച്ചി കുറച്ച് എന്നെ ഏർപ്പാടാ ചേട്ടാ ഇത്. അതാണ് അതിന്റെ വേറൊരു സംഭവമാണ്. എല്ലാം പുറത്തു വരും. സത്യമാ, എന്നതാ ഇത്? നിങ്ങൾക്ക് ഈ അസൂയ ഉണ്ടെങ്കിൽ മിണ്ടായിരിക്കണം കേട്ടോ. ഇച്ചിരി ഇല്ലാതെ ഇല്ലെന്ന് പറയാമല്ലോ. നിങ്ങളുടെ പുറത്ത് വരും ക്യാരറ്റ്. ഇല്ല, വളരെ പാവപ്പെട്ട ഒരു മട്ടനാണ്. മട്ടൻ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. മട്ടൻ എന്തെങ്കിലും മസാല വല്ലതും കഴിക്കുമോ? ഒരു ആടിനെ കൊണ്ട് നിർത്തിയിട്ട് ഫ്രണ്ടിൽ കറുകപ്പട്ടയും ഗ്രാമ്പും എല്ലാം വെച്ചാൽ കഴിക്കുമോ? ഇല്ല. അത് കഴിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇടുന്നത്. ഞാൻ നോക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് ഇട്ടിട്ട് ഇതിന്റെ നടയുന്നൊരു പാട്ട് പാടിയാലേ ഇത് ശരിയാകത്തുള്ളൂ. ഇത് നമ്മുടെ ബീൻസ് ഇടുന്നു. ചേച്ചി വേണ്ടാത്തൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് പച്ചക്കറി അധികം വേണ്ട ചേട്ടാ. അതങ്ങനെയാണ്. ഞങ്ങൾ ഒരു ഇച്ചിരി ഇറച്ചി കഴിച്ചോട്ടെ. ഇനി ഉള്ളി എനിക്ക് വളരെ ഇഷ്ടമാണ്. അയ്യേ, ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. സാമ്പാറാവോ ഇതോ? ഉള്ളി അതെ, ഇത് പലതും പറയും പ്രേക്ഷകർ കേട്ട് ജസ്റ്റ് അങ്ങ് മറക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ മുഖത്തൊന്ന് കാണണം. ഇനി നന്നായിട്ട് ഇങ്ങനെ കഴിച്ച് സൂപ്പർ ആണെങ്കിൽ പറയും. ഇല്ല, അങ്ങനൊന്നും പറയില്ല. സൂപ്പർ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ ആണോ? അപ്പൊ കൊള്ളുകയാണെങ്കിൽ നല്ല എക്സ്പ്രഷൻ തരുമോ? ഇനി ഞാൻ കാന്താരിമുളക് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു ഇതിന് എരിവില്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കുളവും. എന്നാലും എരിവുണ്ടേ. എന്തായാലും ഞാൻ ഇടുന്നു. അത് ഇട്ട് നോക്കിയിട്ട് ഇനിയാണ് ഒരു ചെറിയ പ്രശ്നം. എന്താണ് പ്രശ്നം? ഇട്ട് നോക്കിയിട്ട് പ്രശ്നം കുറച്ച് ഉപ്പും കൂടെ തന്നെ. ഉപ്പ് കൈ തരികയല്ല. താഴെ വെച്ചു. സത്യം വഴക്കുണ്ടാവും. ഈ ഉപ്പ് ഞാൻ എടുത്തിട്ട് അതെല്ലാം കൈയുടെ ഒരു ഇങ്ങനെ ഇത് ഉപ്പങ്കിടുന്നു ഇത്ര. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ മറ്റേ ഇടി സാധനം കൊണ്ട് ഞാൻ ഇടിക്കും. ആദ്യം ഇടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ ഒന്ന് കൈ കൊണ്ടൊന്ന് മെഷായിട്ടൊന്ന് ആക്കും. ഒന്ന് കുഴയ്ക്കും. എന്നിട്ട് ഇതിന്റെ ഇതും അല്ല, എന്റെ മോതിരം കിടക്കുക. സാരമില്ല, ഭഗവാനെ ക്ഷമിക്കും. ഇച്ചിരി സ്വർണ്ണമൊക്കെ ചെല്ലും ചേട്ടാ. ഇനി എന്നാ വേണ്ടേ? കുരുമുളക് ഒന്നും വേണ്ടേ? കുരുമുളക് വേണമെങ്കിൽ ഇടാ നമുക്ക്. ആർക്ക് വേണമെങ്കിൽ. നീ കുറച്ചു നേരമായിട്ട് എന്നെ ചൊറിയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നീ അവിടെ വീട്ടിലുണ്ടാക്കുമ്പോ നീ ബാക്കി വന്ന് ഇങ്ങനെ പറയാറുണ്ട്. ഇല്ല, ചേച്ചിക്ക് ഞാനെന്നൊരു കോൺഫിഡന്റ് ഉണ്ട്. പ്രോത്സാഹിപ്പിക്കൂ. വേണമെങ്കിൽ ഇഷ്ടം ഇടല. അല്ല, വേണമെങ്കിൽ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ ഇടിക്കണം. ചേട്ടാ, ഈ ഇടിക്കുന്ന ശരിക്കും നമ്മൾ വെജിറ്റബിൾസും പ്ലസ് മട്ടനും കൂടെ ചേർത്തിട്ടാണ് ഇടി കൊള്ളുന്നിടത്ത്. അങ്ങനെ ആർക്ക് കിട്ടുന്ന അവർ മേടിച്ചോളാം. പൊട്ടറ്റോയ്ക്ക് കിട്ടിയ അവന്റെ ഭാഗ്യം. ഇത് എവിടുന്നാ പഠിച്ചേ? എനിക്കറിയില്ല. ചേട്ടാ, ആക്ച്വലി ഇത് എവിടുന്നാ പഠിച്ചേ? ആർക്കറിയാം? തമ്പുരാനെ, ഞങ്ങളുടെ ഇടയിൽ ഒരു പരീക്ഷണം വന്നോ? അല്ല, എന്നിട്ട് ഇത് വീണ്ടും നമ്മളെ കൈ കൊണ്ട് വീണ്ടും ഇവനെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്യണേ. മാരിനേറ്റ് ചെയ്യാൻ മസാല ഇല്ല. മസാല എന്തിനെ? ദൈവമേ, എന്റെ ഇത്രയും വർഷത്തെ കുക്കിംഗ് തെറിച്ചോ? ആണ്ടയ്ക്കും സംക്രാന്തിക്കും വന്നേച്ച് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അല്ലേ ചേച്ചി? ഉള്ളി കുറച്ചുകൂടെ വേണമായിരുന്നു. ഇറച്ചി തരട്ടെ ഇടാന്? ഇറച്ചി വേണ്ട. എന്നതായത് ഉള്ളി ഇറച്ചി ഒന്നും തരുന്ന ലക്ഷണം ഇല്ല. ചേട്ടൻ എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്. ഞാൻ ഇഷ്ടംപോലെ ക്യാരറ്റ് തിന്നു. ഉരുളക്കിഴങ്ങ് തിന്ന് സ്റ്റാർച്ച് വേണ്ട, ഗ്യാസും വരും. പിന്നെ പച്ചമുളകിന്റെ എരിവ് വേണ്ട. പച്ചമുളകിന്റെ എരിവ് അത്രയും വേണ്ട. ഞാൻ ഇറച്ചി തരട്ടെ? ഒന്നും വേണ്ട. ഇത് അമ്മയ്ക്ക് വേല. ഇനി കുറച്ച് വെള്ളം തരൂ. വെള്ളം തരാമല്ലോ. കുടിക്കാനല്ല, ഒഴിക്കാൻ. അത്ര മതിയോ? എല്ലാം മിതത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അധികമായാൽ അമൃതും വർഷം എന്ന് പറയുന്നല്ലേ ചേട്ടാ? അല്ലേ ചേട്ടാ? അത് ഇട്ടോ, ഇച്ചിരി ഇറച്ചി ഇടാൻ നീ ഉണ്ടാക്കുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്താന്നറിയോ? ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. വലിയ ശല്യമായില്ലത്. ഇത് നമ്മളൊരെണ്ണം ഉണ്ടാക്കുന്നു, പിന്നെ വെള്ളം ഒഴിക്കുന്നു. ഇതിന്റെ അളവ് എങ്ങനെയാ വെള്ളത്തിന്റെ? എല്ലാം കണ്ണിന്റെ അളവാ. കണ്ണിന്റെ അളവോ? അങ്ങനെ ഒരു അളവില്ല. അങ്ങനെ ഒരു അളവോ? ഈ സ്പൂൺ എന്ന് പറഞ്ഞോണ്ട് സംഭവം ഒന്നുമില്ല. ഇല്ല, അതില്ല. പക്ഷെ അപ്പൊ ഈ വെള്ളം എന്നാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നേ,
ഈ ഇറച്ചി വേവാനുള്ള വെള്ളമാണോ ഒഴിക്കുന്നത്, നികത്തി ഒഴിക്കും, അല്ല ഇറച്ചി എന്നുള്ള വെള്ളം ഊറിയേച്ചുള്ള വെള്ളം, അങ്ങനെയൊക്കെ ഒരു ചെറിയ കണക്കുണ്ടോ? സ്പൂൺ തരാനുണ്ട്. അതെന്നത്തിനാ? വെള്ളത്തിന്റെ അളവ് നോക്കാനോ? ആ അതെ അത് മതിയോ? മതി. എന്നാ ചേച്ചി? ഞാൻ വായിലൊന്നും വെക്കുന്നില്ല. ആ. ചേട്ടാ പച്ച ഇറച്ചിയാ. പച്ച ഇറച്ചിയാ. അയ്യോ ചേച്ചി നമുക്ക് അയ്യോ. പോവാ. വാ. എന്ത് പച്ച ഇറച്ചി കഴിച്ചോ? ചേട്ടാ നിങ്ങൾ ഈ സുഷിയൊക്കെ എങ്ങനെയാ കഴിക്കുന്നത്? സുഷി ഞാൻ കഴിച്ചിട്ടില്ല. ചുമ്മാ ഇരിക്കൂ. കൊള്ളാം. ഇതായിരുന്നു അല്ലേ നിങ്ങള് കിച്ചണില് കേറിയിട്ട് ഇതോ ആ അട്ടഹാസം നടത്തിയത്? എന്റെ ദേഷ്യം മുഴുവൻ ഞാൻ ഇവിടെ തീർക്കാം. അതാണ് നല്ലത്. ചേട്ടാ ഒരു 4 കഷ്ണം ബീൻസ് കൂടെ ഉള്ളു, ഇട്ടേക്കട്ടെ. ബീൻസോ? ആ 4 കഷ്ണം ഉള്ളു. ഇത് ഞാൻ തൂഴ്ച വെച്ചിട്ട് എന്നാ ഞാൻ നേടാനാ? ഇടാൻ നേരത്തെ പറഞ്ഞു എന്തിനാ ഇറച്ചിയും കൂടെ തരട്ടെ. ആ ഇറച്ചി ഇറച്ചി എത്ര നേരം കൊണ്ട് ചോദിക്കുവാ. അത് ഈ കുറച്ചേ ഉള്ളൂ. ഇഷ്ടല്ല. വേണ്ട. വേണ്ട. ശ്ശോ. ക്യാരറ്റ് ഒന്ന് വെറുതെ ഇരിക്കും ഇനി ഉള്ളത്. ഇതാണ് ഈ മാരിനേഷൻ എന്ന് പറയുന്ന സംഭവം. കണ്ടുപിടി. നാളെ തൊട്ട് ചേച്ചി അതെ അതെ ഇതുമായിട്ട് ഇറങ്ങിക്കോ. അതെന്നെ ഈ നോക്കുന്നേ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല കണ്ണിന്റെ അളവ്. ആ കണ്ണിന്റെ അളവ്, എന്നിട്ട് വെള്ളത്തിന് നിറ വ്യത്യാസം വരുമോ? അയ്യോ, വീണ്ടും കഴിക്കില്ലോ. നിനക്കെന്താടി? സൂപ്പർ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നു. ഇതിപ്പോ നിങ്ങൾ കണ്ടുപഠിച്ചോണ്ടാ മതി, കാരണം അളവൊന്നും എനിക്ക് അത്ര കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നോക്കട്ടെ. ആക്ച്വലി എന്റെ ഒരു സംശയം തീർത്തോട്ടെ. ആ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചേച്ച് ഈ നിറം നോക്കിയത് എന്നതായിരുന്നു. നിറം സത്യം പറ, എന്നതൊരു തട്ടിപ്പാന്ന്. ഈ ആടിന്റെ കറുത്ത ആടായിരുന്നോ വെളുത്ത ആടായിരുന്നോ അതോ മിക്സഡ് ആടായിരുന്നോ എന്നുള്ളത് നോക്കിയോ? ചുമ്മാ എന്നതാ എന്നല്ലേ ഒരു കാര്യം കാണും. എന്നായിരുന്നു ചേട്ടാ? ഒന്നുമില്ല, വെറുതെ നോക്കിയതാ. അല്ല എന്നതേലും പരിവും കാണുവല്ലേ? ഇല്ല, ഒരു പരുവല്ല. ഇത് തന്നെ അതിന്റെ പരുവം. പിന്നെ ഇത്രയും നേരം എന്നതാ, ചുമ്മാ നമുക്ക് അങ്ങ് വേവിച്ചാൽ മതിയായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, പ്രേക്ഷകർക്ക് ഇതൊന്ന് ഉണ്ടാക്കണോന്ന് വിചാരിച്ചോളൂ. അപ്പൊ ചേട്ടൻ ഈ ഇടിക്കുകയും ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ കുടിക്കുകയും ചെയ്തു. ആ പരുവം എന്നാന്നൊന്ന് പറഞ്ഞാൽ മതി. അത് കാരണം എന്താണ് അതിന്റെ ടേസ്റ്റ് എവിടം വരെ ആയി എന്ന് അറിയാൻ വേണ്ടി ഞാൻ മസാല അപ്പൊ ഇത് തന്നെയാണോ ടേസ്റ്റ്? ഞാൻ നോക്കിയപ്പോ നല്ല ഒരു എരിവുണ്ട്, ഉപ്പുണ്ട്. ഉപ്പുണ്ട് ആണോ? ഇങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് മറ്റൊരു ടേസ്റ്റ് ആവും. അതെന്തായാലും ആവും. ഓക്കെ. അപ്പൊ അതെന്തായാലും ആകും. ഇനി എന്നാ വേണ്ടിയേ? ഇനി വേണ്ടത് ഒരു ഒലക്ക. അതില്ല. ഇതൊക്കെ കൊടുക്കാനാ. കാരണം ഇനി എല്ലാം നിവൃത്തിയില്ല. ഓ എന്താ ഇത്? ഇതൊക്കെ കഴുകി വെച്ചിരിക്കുന്നതാണോ? ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ അടച്ചു തരട്ടെ. അല്ലേ ഞാൻ അതിനൊക്കെ വേറെ ആള് വേണം. അസൂയ വേണം. കറക്റ്റ്. പെണ്ണുങ്ങളായ ചില അസൂയ വേണം എന്നാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അസൂയ വേണം, പക്ഷെ ഇതൊരു കൂടി പോയോന്നൊരു സംശയമല്ലേ ചേട്ടാ? ഇത് മിനിമം 8 വിസിൽസാ. അത് അക്കോർഡിംഗ് ടു അതാണ് മട്ടന്റെ ടെൻഡർനെസ്. ഇതിന് ആവശ്യത്തിന് വെള്ളമുണ്ട്, പൊട്ടിത്തെറിക്കൊന്നും ഇല്ലല്ലോ. അറിയാമല്ലേ ചേച്ചി? അപ്പൊ ഇതിനകത്ത് വിസിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുന്ന് ആവി കൊണ്ടൊന്ന് മട്ടൻ ഒന്ന് വേവണം. എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. പക്ഷെ അതിനു മുമ്പ് മറ്റേ പൊടി ഉണ്ടായിരുന്നല്ലോ, മതിയല്ലോ അല്ലേ? ഇത്രയല്ലേ ഉള്ളു ഇവിടെ. അത്രേ ഉള്ളൂ. എന്നോട് അപ്പോ നമ്മുടെ തേങ്ങാപ്പാലാണ് വേണ്ടത്. പക്ഷെ ചേട്ടാ പറഞ്ഞിരുന്നേ ഞാന് കുഴപ്പമില്ലെന്ന്. ഞങ്ങൾ അതിഥികളല്ലേ, ഇച്ചിരി വെള്ളം തരാം. ഇച്ചിരി വെള്ളം. അയ്യോ അങ്ങനല്ല അതിന്റെ ഒരു രീതിയില് ചേച്ചി. കാരണം ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അതാ മനസ്സിലായല്ലോ, വീട്ടിൽ ഞാനാണ് പാചകം. സമ്മതിച്ചു. ഞങ്ങളെ നാട്ടുകാർ മുഴുവൻ സമ്മതിച്ചു. വെരി ഗുഡ്. ചേച്ചി അതിന്റെ ഒരു വ്ലോഗ് ഇടണം. ഇനി ഇതൊക്കെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും നോക്കാൻ നോക്കി. പിന്നെ ഇതാ കരിവേപ്പിലുണ്ട്, ഇതുണ്ട്. അപ്പം ഇത് ഞാൻ അങ്ങ് തുറക്കുക. എന്റെ കുക്കർ എന്റെ കൈ പോകുന്നതല്ലേ. വെച്ചു.
എത്തി നോക്കിക്കോ. ഇനി ഇപ്പോഴും ഇതിനകത്ത് വെള്ളമുണ്ട്. ഇനി വെന്തോ ഇല്ലയോ എന്ന് നോക്കണം. എന്നാലും ഉണ്ട്. അപ്പൊ വെന്തു. ഓക്കെ, വെന്തെന്ന് വെന്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ തേങ്ങാപ്പാലം ഒഴിക്കുക. ഇത്ര തേങ്ങാപ്പാല് മതിയോ? നോക്കട്ടെ, മന്ദം ഒഴിക്കാം. ഓ അങ്ങനെ എന്നുവെച്ചാ എന്നോട് പറഞ്ഞ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചോണ്ട് ചോദിച്ചതാ. അല്ല, എന്നാലും ഞാൻ പതുക്കെ ഒഴിച്ചതിന് ശേഷം ഓവറായി പോകുന്നതിനെക്കാട്ടില് ഏറ്റവും നല്ലത് നമുക്ക് കുറച്ചായിട്ട് ഒഴിക്കുന്നതല്ലേ, അല്ലേ? അതെ. അത് തിക്കായി പോയി അവസാനം പ്രശ്നമാകുന്നതിനെക്കാട്ടില് എന്നിട്ട് കരിവേപ്പില ഇനി ഇട്ടില്ല എന്നുള്ള പരാതി വേണ്ട. ഇത് ലാസ്റ്റ് ആയില്ലേ? ലാസ്റ്റ് ആയില്ലേ? ഏതാ? ഇനി എന്താ ലാസ്റ്റ്? ഇനിയാണ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഞാൻ ഇനി വിസിലെടുക്കണോ? വേണ്ട, തിളച്ചാ മതി. ഒന്ന് ജസ്റ്റ് അതിന്റെ ഒരു രീതിയിലൊന്ന് ആക്കാൻ പറ്റും. ഒരു ജസ്റ്റ് ഇതൊന്ന് പിടിക്കണ്ടേ നമ്മുടെ കരിവേപ്പിലേക്ക് ഒന്നൊരു ഫ്ലേവർ, അതിന്റെ ഫ്ലേവേഴ്സ് ഒന്ന് ഇറങ്ങാനല്ലേ? തിളച്ചു ചേട്ടാ, ഇനി ടേസ്റ്റ് നോക്കാം. തിളച്ചു. ഇനിയിപ്പോ ഇത് വേറെ സ്പൂൺ ഉണ്ടല്ലോ. എന്തിനാ? എനിക്ക് ഇത് വായും കൈയും ഒക്കെ പൊള്ളുമെന്നുള്ള പേടിയുണ്ടാകട്ടോ. ചിത്രയ്ക്ക് കുറച്ച് ഫസ്റ്റ് ഷെഫ് നോക്കാം. ചേട്ടാ ചൂട്. എരിവുണ്ടല്ലേ? ഞാൻ ഇച്ചിരി നോക്കിക്കോട്ടെ. അതാ മട്ടൺ മൊത്തത്തിൽ ഇട്ടുകൂടായിരുന്നോ? ആക്ച്വലി സ്റ്റൂ ഇങ്ങനെയും ചെയ്യാല്ലേ? കൂടി ചേച്ചി സ്റ്റൂ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കഴിയതാ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കൂ. അത് തിളയ്ക്കുന്നുണ്ടോ? ഇല്ല, അത് ഇത്രയും പേരില്ലേ? ഇത്രയും വേണം. അത് പറ്റുന്നു. പറഞ്ഞ എല്ലാവർക്കും ഒരു കഷ്ണം കൂടുതലിടാൻ നമ്മള് പറഞ്ഞല്ലേ? അതെ. അപ്പൊ ഒരുവിധം തന്നെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കിത് കണ്ടിട്ട് ഇത്തിരി എരിവ് കൂടുതലാണോ എന്നെനിക്ക് സംശയം. തേങ്ങാപ്പാൽ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതും കൂടെ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ വിഭവം. ചേട്ടാ പേര് പറഞ്ഞേ. പേരെന്താ പറയാനാണ്? മട്ടൺ സ്റ്റൂ. മട്ടൺ സ്റ്റൂ എന്നൊന്നും വേണ്ട, അതൊക്കെ പഴയ പേര്. അപ്പൊ നമുക്ക് ഞാൻ ചേച്ചി ട്രൈ ചെയ്യട്ടെ. ഞാൻ നമ്മളോട് ദേഷ്യം വരരുത്. അപ്പൊ എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. മട്ടന്റെ വേവ് ഐ ഡോണ്ട് നോ. ചേച്ചിയെ ഇത് ഏർപ്പാടാ. വേറൊരു കാര്യമുണ്ട്, ഈ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടെൻഷനാവും. മറ്റേതാകുമ്പോ വീടാകുമ്പോഴത്തേക്ക് കൈലിയൊക്കെ മുടക്കി കുത്തി നമുക്ക് റിലാക്സ് ആയിട്ട്. വീട്ടില് ചെയ്യാറില്ലല്ലോ. ഞാൻ ഇനി എന്റെ രുചി ഒന്ന് നോക്കിക്കോട്ടെ. ചേച്ചി ട്രൈ ചെയ്തോ? കഴിച്ചു. ഞാൻ പക്ഷെ ഉള്ള സത്യം പറയാം, ദ ഗ്രേറ്റ് MGM അങ്ങയുടെ പേര്. ഓക്കെ, മട്ടൺ. ആകാംക്ഷയായിട്ട് എല്ലാരും നോക്കുകയാണ് മുഖത്തോട്ട്. ആക്ച്വലി ഒരു കരച്ചിൽ വരുന്നുണ്ടോ? ഇല്ല ചേട്ടാ. ആക്ച്വലി നല്ല ഹെൽത്തി ഒരു മട്ടൺ സ്റ്റൂ എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഇസ് ദിസ് ക്ലാസ്. കാര്യം എന്താണെന്നറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ കുക്കിംഗിൽ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഓയിൽ ഉപയോഗിക്കും, മസാലാസ് ഉപയോഗിക്കും. ഇപ്പൊ മസാല ഒരുപാട് കഴിച്ചാൽ നമ്മുടെ വയറിന് ചീത്തയാ. ദിസ് ഇസ് സോ ഹെൽത്തി. മുളക് അതിന്റെ എരിവ് ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ
ഇത്തിരി എരിവ് കൂടുതലാണ്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മൾ മുളക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മുളക് തന്നെ ഇനി അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ എനിക്കറിയാം, കൈക്കറിയാം, അത് അത്ര ഇടത്തില്ല. അപ്പൊ പക്ഷെ എന്നോട് കാന്താരി മുളകാ ചോദിച്ചേ, അന്നേരം പിന്നെ അതിനെക്കാട്ടിലും ഭേദം ഇത് തന്നെയാ. ഇനിയിപ്പോ എന്നാന്ന് വെച്ചാൽ ഞാൻ പ്രേക്ഷകരോട് ഒരു തുറന്നൊരു കാര്യം പറയാം, ഞാൻ ടേസ്റ്റ് ചെയ്തുള്ള കാര്യം പറയാം. നമ്മൾ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് ഓയിൽ ചേർത്തിട്ടാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഹെൽത്തി മട്ടൺ സ്റ്റൂ. ആ മട്ടന്റെ ഫാറ്റ് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ്. ആ സ്റ്റൂ കാണുമ്പോൾ അറിയാം ആ ഓയിലി കണ്ടന്റ് എല്ലാം അതിനകത്തുണ്ട്. സോ ഹെൽത്തി. ഇനി എല്ലാവരും നെക്സ്റ്റ് ടൈം തൊട്ട് അപ്പം ആൻഡ് MGM, ദ ഗ്രേറ്റ് MG മട്ടൺ അല്ലേ ചേട്ടാ? കറക്റ്റ്. അത് ഇനി എൻ്റെ ആനീസ് കിച്ചണിലൂടെ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി. ഇതാണ് പറയുന്നത്, ആനീസ് കിച്ചൺ ഇസ് ഓൾവേസ് സ്പെഷ്യൽ വിത്ത് സോ മെനി സ്പെഷ്യൽ ഗെറ്റ്സ്. Annie's Kitchen. Let's cook with love.